ഇവിടെ പിന്ന് കൊടുക്കുന്നുണ്ട്, അത് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനെ ഒരു പേജ് വന്നത് കാണാൻ പറ്റും. ഈ ഒരു പേജിൽ ഞാൻ ഫസ്റ്റ് വാലറ്റിൽ വഴിയുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ താഴെ കാണുന്ന ഡിസ്കവർ എന്ന ഓപ്ഷനാണ് ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ TBC, മെറ്റ, BNB ഇങ്ങനെയുള്ള ബിറ്റ്കോയിൻ ഇങ്ങനെയുള്ള കറൻസികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ട്രസ്റ്റ് വാലറ്റ് വഴിയുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കവർ ടച്ച് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. സെർച്ച് ഓർ ആൻഡ് ഡി ആപ്പ് URL അവിടെ ഞാൻ ടച്ച് ചെയ്യുന്നു, സെർച്ച്. അപ്പോൾ ഞാനിത് ഇവിടെ ഓൾറെഡി ഞാനിവിടെ ഡൊമൈൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ടച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടോക്കൻ ഫാമിംഗ് ഡൊമൈൻ നെയിം പറയുന്നത് www.tokenfarming നോട്ട് ചെയ്യുന്നതായിരിക്കും. ഫാമിംഗ് ഇൻവെസ്റ്റ്മെന്റ് ഫാമിംഗ് പേജുടെ ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് www.tokenfarming.io. സീഡ് ഫണ്ടിങ്ങിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സീഡ് ഫണ്ടിങ് ഞാൻ ആദ്യം പറഞ്ഞ ഷെയർ എടുക്കുന്ന ആ ഒരു രീതിയിലുള്ള സീഡ് ഫണ്ടിങ്ങിന്റെ സൈറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇവിടെ ടോക്കൻ സ്റ്റേക്കിംഗ്.io ആണ് ടച്ച് ചെയ്യുന്നത്. ഇവിടെ tokenfarming.io ടച്ച് ചെയ്യുന്നു. അവിടെ ഇവിടെ കാണാൻ പറ്റും പ്രൊസീഡ് ആൻഡ് ടച്ച് ചെയ്യുന്നു. പേജ് സ്ക്രോളിംഗ് ആയി വരുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ലോഡിംഗ് ആകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡയറക്റ്റ് ടോക്കൻ ഫാമിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ലഭിച്ച എന്താണോ സീഡ് ഫണ്ടിങ് ചെയ്യുമ്പോൾ 6 ഡിജിറ്റ് പിന്ന് നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് നൽകുന്നത്, ആ പിന്നാണ് ഇവിടെ എൻ്റർ 6 ഡിജിറ്റ് പിന്ന്. ഇവിടെ കാണാൻ പറ്റും എൻ്റർ 6 ഡിജിറ്റ് പിന്ന് എന്ന ഈ ഒരു സ്ഥലത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ കോമൺ ആയിട്ടില്ല 1 2 3 4 5 6 എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെയുള്ള സബ്മിറ്റ് എന്ന ബട്ടൺ ടച്ച് ചെയ്യുക. സബ്മിറ്റ്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു പേജ് വരും. ഈ രീതിയിലുള്ള ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണുന്നതാണ് ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന യൂസർ ഐഡി. ഇവിടെ നമുക്ക് ഞാനിപ്പോ പോകാൻ പോകുന്നത് 3 വര മുകളിൽ കാണുന്ന 3 വര ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ റിവാർഡ് സ്റ്റാറ്റസ്, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് റിവാർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വരുമാനം. ആ റിവാർഡ് സ്റ്റാറ്റസ് ആണ് ഞാൻ ഫസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ പോകുന്നത്. ഡെയിലി വരുന്ന റിവാർഡാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. റിവാർഡ് സ്റ്റാറ്റസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 വര ടച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ വാലറ്റ് ബോർഡ്, ഫാമിംഗ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഫാമിംഗുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. റഫറൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ റഫറൽ റിവാർഡും അതുപോലെ തന്നെ ടീം മെമ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് റഫറൽ സ്റ്റാറ്റസ് കാണാൻ പറ്റുക. റിവാർഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് ഡെയിലി ലഭിക്കുന്ന വരുമാനം കാണാൻ പറ്റുന്ന സ്ഥലമാണ് റിവാർഡ് സ്റ്റാറ്റസ്. സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ സീഡ് ഫണ്ടിങ്ങിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടുന്ന് സീഡ് ഫണ്ടിങ്ങിനുള്ളത്. ഞാൻ ഇപ്പോൾ ടച്ച് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഓപ്ഷനായ 1 2 3 4ാമത്തെ ഓപ്ഷനായ റിവാർഡ് സ്റ്റാറ്റസ് ആണ് ഞാൻ ടച്ച് ചെയ്യാൻ പോകുന്നത്. റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്തു. റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്തതിനു ശേഷം ഒന്ന് പേജ് ഒന്ന് സ്ക്രോൾ ആയിക്കൊണ്ടൊന്ന് വീണ്ടും ഒന്ന് മറിഞ്ഞു വരും. മറിഞ്ഞു വന്നതിന് ശേഷം ഈ വിധത്തിലുള്ള ഒരു പേജ് ഇവിടെ കാണാൻ പറ്റും. അതായത് റിവാർഡ് സമ്മറി ഇവിടെ കാണാൻ പറ്റും. ഇവിടെ റിവാർഡ് ഡീറ്റെയിൽ ഉണ്ട്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും റെഡീം റിവാർഡ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നന്നായിരിക്കും ഫ്രണ്ട്സ്. അതായത് റിവാർഡിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഈ പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒരിക്കലും റിവാർഡ് കാണാൻ പറ്റില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിലുള്ള റെഡീം റിവാർഡ് എന്ന ഒരു ഓപ്ഷൻ ടച്ച് ചെയ്യുക. റെഡീം റിവാർഡ് ഞാൻ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന റിവാർഡ് എത്രയാണോ ഓരോ ദിവസവും ലഭിക്കുന്ന റിവാർഡ്, അത് കൃത്യമായിട്ട് ഈ റിവാർഡ് സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ പേജ് ഒന്ന് മറഞ്ഞു വന്നു. ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഫാമിംഗ് റിവാർഡ് സമ്മറി. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫാമിംഗ് ചെയ്ത റിവാർഡിന്റെ സമ്മറി, ഫാമിംഗ് റിവാർഡ് സമ്മറി. ഞാൻ ഇവിടെ കാണാം ഇന്ന് ഡേറ്റ് ടോക്കൻ റിവാർഡ് 27-ാം തീയതി 2025. ഓരോ സ്റ്റേറ്റ്മെന്റും എന്തൊക്കെയാണോ നമ്മൾ ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, ടോക്കൻ ഫാമിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഡേറ്റ് അടക്കമുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മളെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ടോക്കൻ റിവാർഡ് 27 ഏപ്രിൽ 2025. ഇതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് കൂട്ടി നോക്കാം.
116.75. ഇതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. 116.75 ഡെയിലി റിവാർഡ് ലഭിക്കുന്നത്. 116.75. ഇവിടെ ഈ ഒരു പേജിൽ റിവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണാൻ പറ്റുക. പിന്നെ ഒരുപാട് ഓപ്ഷനുകൾ ഞാൻ ജസ്റ്റ് ചെറിയ രീതിയിൽ സമയത്തിന്റെ നോക്കി ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇത് ഞാൻ കാണിച്ചു തന്നു അല്ലെ. നെക്സ്റ്റ് നമ്മളൊക്കെ റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ അല്ലെ. ഷാജി സാറിന്റെ വീഡിയോയിൽ ഇപ്പൊ റഫറൽ മാർക്കറ്റിംഗിന്റെ അത്ഭുതം നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെ. അതെന്താണ് റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ അല്ലെ. ഈ സിസ്റ്റത്തില് 20ഓളം ലെവലിൽ ഒരു വ്യക്തി ടോക്കൺ ഫാമിംഗ് എന്ന പ്രോസസ് ചെയ്യുമ്പോൾ 20ഓളം ലെവലിലേക്കാണ് ഇൻകം സിസ്റ്റം നൽകുന്നത്. ആലോചിച്ചോ ഫ്രണ്ട്സ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സൈറ്റ് ഓപ്പൺ ആക്കുന്ന എന്റെ റഫറൽ റിവാർഡ് ഫ്രണ്ട്സ് നിങ്ങൾ നോക്കോ. ഞാൻ റഫറൽസ് ഇൻവെസ്റ്റഡ് റഫറൽ മാർക്കറ്റിംഗ് ഇന്ന് ലോകത്ത് പവർ ആയിക്കൊണ്ടിരിക്കുന്ന റഫറൽ മാർക്കറ്റിംഗ് പേൾ ഇന്റർനാഷണലിലൂടെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പേൾ ഇന്റർനാഷണൽ വരുമാനം കൊടുക്കുന്നുണ്ടോ ഇന്ന് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അടുത്ത ടച്ച് ചെയ്യാൻ പോകുന്നത് റഫറൽ ടാക്സിന്റെ ഒരു പേജാണ്. ഇവിടെ 3 വരെ ടച്ച് ചെയ്തു. ഇവിടെ 1, 2 മൂന്നാമത്തെ ഓപ്ഷനായ റഫറൽ സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റഫറൽ ഇൻകം കാണാൻ പറ്റും. റഫറൽ ടീമിനെ കാണാൻ പറ്റും. ഞാൻ ഈ പേജിലുള്ള ഈ വക കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. റഫറൽ സ്റ്റാറ്റസ് ഫ്രണ്ട്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി വെക്കാം. ജസ്റ്റ് ഇവിടെ ഈ പേജ് ഇവിടെ കാണാൻ പറ്റും റഫറൽ സമ്മറി. റഫറലിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നുമില്ല സ്ഥലമാണിത്. റഫറൽ സമ്മറി ഞാൻ സ്ക്രോൾ ചെയ്താണ്. ഇവിടെ കാണാൻ പറ്റും റഫറൽ റിവാർഡ്. ഒന്ന് ഞാൻ വലുതാക്കുന്നുണ്ട്. റഫറൽ 116.63. ഇതാണ് റഫറൽ മാർക്കറ്റിംഗിന്റെ അത്ഭുതം എന്ന് പറയുന്നത് അല്ലെ. നമ്മളിന്ന് 3 വർഷമായിട്ട് PVC മെറ്റയിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന്റെ റിസൾട്ട്, ടീം ബിൽഡ് ചെയ്യുന്ന റിസൾട്ടാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇനി ഇതൊന്നും നടക്കാൻ പോകുന്ന അത്ഭുതം. അതായത് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റഫറൽ റിവാർഡ് 116.63. നമ്മുടെ ബേസ് പ്രൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു 130. 116.63 ഒന്ന് 130 ഗുണിച്ചു നോക്കി നിങ്ങൾക്ക് തിരിയും 15,161 രൂപയാണ് റഫറൽ കമ്മീഷൻ ലഭിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് അല്ല ഫ്രണ്ട്സ്, അതാണ് ലഭിക്കേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഈ വരുമാനം വയ്ക്കുന്നത് 30 4,54,857 രൂപ. 4 ലക്ഷം കടന്നു. റഫറലിന്റെ വരുമാനം, ടീം മെമ്പേഴ്സിന്റെ വരുമാനം 4.5 ലക്ഷം കടന്നു. ഇത് 5 ലക്ഷം 6 ലക്ഷം ആക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ റഫറൽ മാർക്കറ്റിംഗ് പവർ അല്ലേ ഫ്രണ്ട്സ്. ഇവിടെ ഞാൻ ഈ പേജിൽ നിന്ന് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വിധത്തിൽ ഒരു വ്യക്തി സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കപ്പാസിറ്റി ഇല്ല. അതായത് ഏറ്റവും ചുരുങ്ങിയത് 60 ലക്ഷം 70 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ലഭിക്കുന്ന വരുമാനമാണ് നമ്മുടെ ആക്റ്റീവായ, നമ്മുടെ പവർഫുള്ളായ നമ്മുടെ അസോസിയേറ്റ്സിലൂടെ ലഭിക്കുന്നത് ഫ്രണ്ട്സ്. 4 ലക്ഷത്തിലധികം വരുമാനം ആലോചിച്ച് നോക്കുക. അതാണ് റഫറൽ മാർക്കറ്റിംഗിന്റെ പവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഈ റൈറ്റ് സൈഡിൽ തന്നെ ഞാൻ കാണിച്ചു തരാൻ പറ്റും. റൈറ്റ് സൈഡിൽ ഇവിടെ തന്നെയുണ്ട് 27-ാം തീയതി കാണുന്നില്ല. 27-ാം തീയതി ഇവിടെ തന്നെ ഈ പേജിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക്. 27-ാം തീയതി റൈറ്റ് സൈഡിൽ 116.65. ഈ പേജിൽ പ്രധാനമായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ മനസ്സിലാക്കണം. പിന്നീട് എന്താണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്, നമ്മുടെ ആക്റ്റീവ് ഫാമിങ്ങിൽ എത്ര ബോളിയാന്നുള്ളത് അല്ലെ. നമ്മൾ പറയേണ്ടത് 3 കോടിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്, 4 കോടിന്റെ ബിസിനസ് നടക്കുന്നതൊക്കെ നമ്മൾ വലിയ അല്ലെ സംസാരിക്കുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യം നമുക്ക് കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയണ്ടേ. അതിനാണ് ഇവിടെ ഒരു ഓപ്ഷൻ റഫറൽ ടീം. ആക്റ്റീവില് നമ്മുടെ 20 ലെവലിലുള്ള ടീം മെമ്പേഴ്സിന്റെ ആക്റ്റീവ് വോളിയം, യൂണിവേഴ്സിറ്റിയുടെ ഫാമിങ്ങിന്റെ ആക്റ്റീവ് വോളിയം കാണുന്ന ഒരു പേജാണ് റഫറൽ ടീം എന്ന ഈ ഒരു ഓപ്ഷൻ ടച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുക. റഫറൽ ടീം ഫ്രണ്ട്സ് ആ പേജ് ഇവിടെ വന്നു കഴിഞ്ഞു. 3,66,400 യൂണിവേഴ്സിറ്റിയുടെ ഫാമിംഗ് ആണ് 20 ലെവലിലാണ് ഇവിടെ നടക്കുന്നത്. 3,66,400 യൂണിവേഴ്സിറ്റിയുടെ ഫാമിംഗ് ഇവിടെ കാണാൻ പറ്റും. ആക്റ്റീവ് ഫാമിങ്ങിലാണിത്. ഇപ്പോൾ ഇത്രയും വ്യക്തികൾ 20 ലെവലില് ആക്റ്റീവ് ഫാമിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊന്ന് വിളിച്ചു വെക്കോ. INR 3,66,400 × 130 ഫ്രണ്ട്സ് 4,76,32,000 രൂപ. അതായത് 5 കോടി, ഏറ്റവും ചുരുങ്ങുന്ന 5 കോടിക്കുള്ളിലെ ബിസിനസ് ആണ് റഫറൽ മാർക്കറ്റിംഗിൽ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ വരുമാനമാണ് ഞാൻ ഈ പറഞ്ഞ
4,54,857 രൂപ ലഭിക്കുന്നത്. ഈ ഒരു പേജിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് വാഷൗട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വാഷൗട്ടിന്റെ കാര്യം ചെറുങ്ങനെയുണ്ട്, അതും കൂടി ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ ഈ ഒരു ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ ബൈ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ലെവലിൽ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ട്, ഇനാക്റ്റീവായിട്ട് വരുമാനം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ടോക്കൺ ഫാമിങ്ങിന്റെ ഒരു പേജിൽ കാണാൻ പറ്റും. നിങ്ങൾ ചിന്തിക്കേണ്ടത് ചിലപ്പോൾ ഓരോ ലെവലിലും നമ്മൾ നിസ്സാരമായി കളയാൻ പാടില്ല. കാരണം ചിലപ്പോൾ ഒരു 3ാമത്തെ ലെവലിൽ, ഒരു 5ാമത്തെ ലെവലിൽ 50 ലക്ഷം രൂപയുടെ ബിസിനസ് ആയിരിക്കും നടക്കുന്നത്, അല്ലേ? നിങ്ങൾ 3 മെമ്പേഴ്സിനെ മാത്രമാണ് ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചതെങ്കിൽ ഫ്രണ്ട് ഒരിക്കലും ഈ 50 ലക്ഷത്തിന്റെ വോളിയം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. 50 ലക്ഷത്തിന്റെ വോളിയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ 3 ഡയറക്റ്റ് ആണ് വെച്ചതെങ്കിൽ 2 ഡയറക്റ്റും കൂടി അഡീഷണൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ 50 ലക്ഷത്തിന്റെ റെഫറൽ റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ലെവൽ ബൈ സ്റ്റാറ്റസ് ടച്ച് ചെയ്യുന്നു. ഈ ലെവൽ ബൈ സ്റ്റാറ്റസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി എത്ര ആക്റ്റീവ് മെമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ലെവൽ 1 ആക്റ്റീവ്, ലെവൽ 2, ലെവൽ 3, ലെവൽ 4, ലെവൽ 5, ലെവൽ 6, ലെവൽ 7, അങ്ങനെ 17 ലെവൽ വരെയാണ് ഇതിൽ ആക്റ്റീവ് മെമ്പേഴ്സിൽ. ഇപ്പം കുറച്ച് അടുത്ത കാലത്താണ് 3 ഇതിന്റെ ഇനാക്റ്റീവ് ആയി കാണുന്നത്. അപ്പൊ അവിടെ ഒരു 3 ലെവലിലും കൂടി ഞാൻ ഡയറക്റ്റ് കഴിഞ്ഞാൽ ഈ 20 ലെവലിലുള്ള വരുമാനം എനിക്ക് ലഭിക്കും. ഇത്രയും കണ്ടു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 17 ലെവലിൽ ആക്റ്റീവ് ആണ്, അല്ലെ? ഈ 18ാമത്തെ ലെവലിൽ 1 കോടിന്റെ ടീം മെമ്പേഴ്സിന്റെ 1 കോടിന്റെ ബിസിനസ് നടക്കണമെങ്കിൽ എനിക്ക് ഒരു റെഫറൽ വെച്ചാൽ മതി. ഡയറക്റ്റ് ആരെങ്കിലും പുതിയൊരു ക്ലയന്റിനെ കണ്ടെത്തുക, ഇല്ലെങ്കിൽ ഒരു 18,000 വെച്ചിട്ട് എനിക്ക് ഡയറക്റ്റ് വെച്ചാൽ 1 കോടിയിലെ വോളിയം എനിക്ക് ലഭിക്കും. ഇത് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ലെവൽ വൈസ് സ്റ്റാറ്റ്സ് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. വാഷ് ഔട്ടിന്റെ കൂമ്പാരം ചിലപ്പോൾ നടത്തുന്ന ചില ആൾക്കാർക്ക് ഞാനിത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. ഇത് വെറുതെ നിങ്ങൾ വരുമാനം ലഭിക്കുന്നത് വെറുതെ കളയാതിരിക്കുക, ഇത് കൃത്യമായി ചെക്ക് ചെയ്യുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന എന്താണ്? റൈറ്റ് സൈഡിൽ കാണുന്ന കാര്യം എന്ന് പറയുന്നത് അപ് ടു 20%, 1ാമത്തെ ലെവലിൽ നിന്നും 20%, 2ാമത്തെ ലെവലിൽ നിന്നും 19%, 3ാമത്തെ ലെവലിൽ നിന്നും 18%, അല്ലെ? ഇത് USDT ആണ്. 1ാമത്തെ ലെവലിന് 0.85, 2ാമത്തെ ലെവലിന് 4.51, 3ാമത്തെ 18%, 4.23, 5ാമത്തെ 8.24, 6ാമത്തെ ലെവലിൽ നിന്ന് 16.52, 7ാമത്തെ 21.20. ഇത് ഓരോ ടീം മെമ്പേഴ്സിന്റെ അവർ ആക്റ്റീവ് ഫാമിൽ നിന്നും ലഭിക്കുന്ന USDT ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ ഫ്രണ്ട്സ് ചിലപ്പോൾ സ്പീഡായി പോകേണ്ട ശ്രമിക്കുക. ഇത് എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഞാൻ ഈ പേജ് ഒന്ന് കൃത്യമായി എടുത്ത് കാണിച്ചു തരുന്നതാണ്, അല്ലെ? ഈ ലെവൽ ബൈ സ്റ്റാറ്റസ് നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പ്രധാനമായിട്ട് കാണിക്കാനുള്ള ഒരു പേജ്, അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? 100 USDT നിങ്ങൾക്ക് ടീമിന്റെ വരുമാനം ഒക്കെ ഇത് ഒരു സ്ഥലത്താണ് വരുന്നത്, അല്ലെ? അത് 200 USDT ആക്കി ദിവസം, അല്ല 1000 ദിവസം കൊണ്ട് സിസ്റ്റം 200 USDT ആക്കി തരും. ഇപ്പൊ ടീമിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇത് 200 വേണ്ടി വലിയ പണിയൊന്നുമില്ല, അല്ലെ? ഇന്ന് 100 തൊട്ട് നാളെ ആകും. ഞാനിതൊരു 10 ദിവസം ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന പേജ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇവിടെ എന്താ നടക്കുന്നത്? ഫാമിംഗ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതി പറയുകയാണെങ്കിലും ഇവിടെ നടക്കുന്നത് ടോക്കൺ ഫാമിംഗ് ആണ്. അത് ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിലാണ് നടക്കുന്നത്. ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഫാമിംഗ് സ്റ്റാറ്റസ് എന്ന പേജ്. അതും ഇവിടെ ഒരു ഓപ്ഷൻ തന്നെ ടച്ച് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ ടച്ച് ചെയ്താൽ മതി. 3 വര. ഇവിടെ ഫാമിംഗ് സ്റ്റാറ്റസ്, 2ാമത്തെ ഓപ്ഷൻ ഫാമിംഗ് സ്റ്റാറ്റസ് ടച്ച് ചെയ്തു. ഫാമിംഗ് സ്റ്റാറ്റസ് ടച്ച് ചെയ്താൽ നമുക്ക് ഈ വ്യൂ ഏർലി ബേർഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏർലി ബേർഡുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാനിപ്പം അവിടെ ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ടോക്കൺ ഫാമിംഗ് ഇവിടെ കാണാൻ പറ്റും. ടോക്കൺ ഫാമിംഗ് കാണാൻ പറ്റും. ഇവിടെ 300 USDT ഫാമിംഗ് ആണ് നടക്കുന്നത്. 300 USDT. ഇവിടെ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണോ നിങ്ങൾ 300 USDT ചെയ്യുന്നത് അത് 600 USDT ആയി തരും, അല്ലെ? പ്ലസ് 100% സിസ്റ്റത്തിന്റെ ഭാഗത്ത് തരും. എന്താ ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും 516.75 USDT സിസ്റ്റം നൽകി കഴിഞ്ഞു, അല്ലെ? ഇങ്ങനെയൊന്നും ഞാൻ നോക്കാണ്ട് കഥ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം നോക്കുന്നില്ല, അല്ലെ? ഈ പേജ് ഞാൻ നോക്കുകയാണെങ്കിൽ വാച്ച് ഔട്ടിന്റെ കുംഭമേള കാണാൻ പറ്റും ഇവിടെ, അല്ലെ? സിസ്റ്റം 516 ബാക്കി തരില്ല. ഇവിടെ ഞാൻ 300 ചെയ്തിരിക്കുന്നത്, അല്ലെ? 600 സിസ്റ്റം തരുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റീ ഇൻവെസ്റ്റ്മെന്റ് മസ്റ്റ് ആണ് സിസ്റ്റത്തിൽ. ഞാൻ ഏർലി ബേർഡിന്റെ കാര്യം പറഞ്ഞു റീ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കണം. എന്താണ്? സിസ്റ്റം ഇരട്ടി ചേരുന്നത് നമുക്ക് സിസ്റ്റത്തിന്റെ ഭാഗത്ത് ഒരു പാഴ്ചയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 600 എന്ന് പറഞ്ഞ ആ സംഖ്യ ഇവിടെ ആകുന്നതിന് മുന്നേ റീഫാമിംഗ് നടത്തിയിരിക്കുക.
ഇത്രയാണ് ഈ ഫാമിംഗ് സ്റ്റാറ്റസും കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഇതിന്റെ താഴെ തന്നെ ഓരോ ദിവസം ഫാമിംഗ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ അത് അത്ര ഡീറ്റെയിൽ പറയുന്നില്ല. ഇത് കാണാൻ പറ്റും ഇവിടെ ഓരോ ശതമാനം. ഇത് 200%, 200% അല്ലെ. മൂന്നാമത്തത് 200% കഴിഞ്ഞാൽ ബ്ലാങ്ക് 0 കാണാൻ പറ്റും ഇവിടെ. അപ്പൊ അതിന് മുന്നേ ഫാമിംഗ് നടത്തിയിരിക്കണം. അപ്പൊ നെക്സ്റ്റ് ഇനി എന്ത് തന്നെയാലും പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഏറ്റവും ടോപ്പിൽ ഒരു സ്ഥലം കാണാൻ പറ്റും, വാലറ്റ് ബോർഡ്. ഈ വാലറ്റ് ബോർഡ് എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏളിയുടെ കാര്യം പറഞ്ഞു അല്ലെ. 15% സിസ്റ്റം കരുതൽ ധനമായി മാറ്റി വെക്കുന്ന സ്ഥലമാണ് വാലറ്റ് ബോർഡ്. 85% വരുന്ന ഞാൻ സ്ഥലം കാണിച്ചിരുന്നു റിവാർഡ് സ്റ്റാറ്റസിലെങ്കിൽ. ഈ വാലറ്റ് ബോർഡ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് പോകുന്നത് കാണാൻ പറ്റും ഫ്രണ്ട്സ്. ഇവിടെയാണ് സിസ്റ്റം 15% കരുതൽ ധനമായി നമുക്ക് വേണ്ടി തന്നെ, സിസ്റ്റത്തിന് എടുത്തുകൊണ്ട് പോകാനല്ല, കരുതൽ ധനം മാറ്റി വെക്കുന്ന പേജാണിത് ഫ്രണ്ട്സ്. അതായത് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കണക്ട് വാലറ്റ്, ഫാമിംഗ് വാലറ്റ് കാണാൻ പറ്റും. ഞാൻ ഫാമിംഗ് വാലറ്റിലാണ് ഈ 15% ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഫാമിംഗ് വാലറ്റ് ടച്ച് ചെയ്യുന്നു. ഇവിടെ കാണാൻ പറ്റും ഡെയിലി റിവാർഡ് 50%. ഇന്ന് 27-ാം തീയതിയാണ് 50% അല്ലെ. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇവിടെ മാത്രം 18.18 USDT ഡെയിലി എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം ശരിക്കും സിസ്റ്റത്തിന്റെ പവർ നോക്കാം. അതായത് 15% മാത്രം 18.18 USDT ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇത് എപ്പോഴാണോ 100 USDT ആകുന്നത് ആ നിമിഷം നിങ്ങൾക്ക് വീണ്ടും മുതലിന്റെ കൂടെ ആയതുകൊണ്ട് ഫാമിങ്ങിന്റെ മൂല്യം പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്